ഇത് ചെയ്യാനായിട്ട് ആദ്യം ഒരു ചാർട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് 3 ലൈറ്റ് വെയ്റ്റ് കോട്ടൺ യാണും 2.75 mm ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫില്ലറ്റ് ക്രൂഷിങ്ങിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ക്രൂഷേ ചെയിൻ 2 മെത്തേഡാണ്. പിന്നെ അതിൻ്റെ ബ്ലോക്കിംഗ് മെത്തേഡ് വെറ്റ് ബ്ലോക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് കോട്ടൺ യാണാകുമ്പോൾ ഐ പ്രിഫർ വെറ്റ് ബ്ലോക്കിംഗ്. അപ്പോൾ ഇതിൽ നേരിട്ടിട്ടുള്ള മേജർ ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ചൊന്ന് ചലഞ്ചിങ് ആയിട്ട് ഉള്ളൊരു കാര്യം അതാണ്. കുറവ് യാൺ വെയ്റ്റും ചെറിയ ഹുക്ക് സൈസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിഫിക്കൽട്ടി. ഇപ്പം നമ്മൾ കുറച്ചും കൂടിയും ഞാനൊരു 3.54 ഒക്കെയാണ് യൂഷ്വലി ചെയ്യുന്ന ഹുക്ക് സൈസ് വരുന്നത്. പക്ഷേ ഞാൻ ഇനീഷ്യലി ഈ ഒരു ഹുക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ പാടൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. 100 സംതിങ് ചെയിൻസ് ഉള്ളതിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്ക് മാത്രം ഈ 3 റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു ട്രയലാണ്. അപ്പോൾ ഇതിൻ്റെ നൂല് തികയാത്തതുകൊണ്ട് ഞാൻ ട്രയൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോജക്ട്സ് ഒക്കെ എടുത്ത് അൺറാവൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയും കൂടി വേണം. അതിനുള്ള നൂലില്ല, ഇനിയിപ്പോൾ ഉണ്ട്. അത് എനിക്ക് അങ്ങോട്ട് അൺറാവൽ ചെയ്യാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് അൺറാവൽ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കൂടി നൂലെടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നൂല് വാങ്ങിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ കണ്ട ഈ നോട്ട്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഈ നോട്ട്സൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് തുന്നി ചേർക്കാനുണ്ട്. പിന്നുള്ളത് ബ്ലോക്ക് ചെയ്യാനുണ്ട് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു. അല്ലാതെ ഈ സംഭവം റെഡിയാണ്, ഗുഡ് ടു ഗോ ആണ്. അപ്പോൾ ഇതൊരു സോഫയ്ക്കൊരു ലൈനറായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ സ്കാർഫായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോഫ ലൈനറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിൽ ഒരു റണ്ണറായിട്ടോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആളുടെ പേരിലൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫില്ലറ്റ് ക്രൂഷിങ്ങിൻ്റെ ഒരു വർക്കാണ് ഈ കാണുന്നത്. ഇത് 3ാമത്തെയാണ്. അപ്പം ആദ്യത്തെ 2ാമത്തെ 3ാമത്തെ ട്രയൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ കാൽക്കുലേഷൻ അത്ര വലിയ പാടുള്ള കാൽക്കുലേഷനൊന്നുമല്ല. നമുക്ക് പിടികിട്ടാൻ സ്റ്റാർട്ടിങ് ട്രബിളാണ് നമ്മൾ നേരിടുന്നത്. നമുക്കൊരു ഗുട്ടൻസ് പിടികിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തോരം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്സ് ക്രോഷേ ചെയ്യാം, പല പല ഡെക്കറേഷൻ ഐറ്റംസ് ചെയ്യാൻ പറ്റും, സ്കാർഫ്സ് ചെയ്യാൻ പറ്റും. വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഡബിൾ ക്രോഷേ ചെയിൻ 1 ഉണ്ട്, ട്രിപ്പിൾ ക്രോഷേ വെച്ച് ചെയ്യാവുന്നതുണ്ട്. ഞാൻ ഇപ്പോൾ ഈ 3 പ്രോജക്ട്സും ചെയ്തിട്ടുള്ള മെത്തേഡ് സെയിം തന്നെയാണ്. ഡബിൾ ക്രോഷേ ചെയിൻ 2 മെത്തേഡാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള യാണാണ്. ഇത് കോട്ടൺ യാണല്ല. കോട്ടൺ യാണിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് മീഡിയം 4 ആണ് വരുന്നത്. ഈ യാൺ വെയ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു മെഷ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്രോഷേ ടോപ്പാണത്. അത് ചെയ്ത സെയിം യാൺ വെച്ചിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. കണ്ടോ, പാറ്റേൺ ക്ലിയർ ആണ്. കാരണം ഇത് ക്യാമറയിൽ മാത്രമല്ല, നമ്മളിതിങ്ങനെ നിവർത്തിയിടുമ്പോഴായാലും ഇത് ലൈറ്റായാലും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായാലും കുഴപ്പമില്ല. വൈറ്റിലാണ് കൂടുതലും ഫില്ലറ്റ് ക്രൂഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അത് ഏത് ബാക്ക്ഗ്രൗണ്ട് വന്നാലും അത്യാവശ്യം എടുത്ത് നിന്നോളും കാണാനായിട്ട്. പക്ഷേ ഈ ഒരു കളർ വന്നപ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലാണ് ഇതെടുത്ത് കാണിക്കുള്ളൂ. വൈറ്റ് കമ്പയർ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഫില്ലറ്റ് ക്രോഷേ എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മളിത് ഫില്ല് ചെയ്ത് പോവുകയാണ്. ഈ ഒരു സ്പേസസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ മെഷസും ക്ലോസ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്നതിന് നമ്മൾ ബ്ലോക്സ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലോസ്ഡ് മെഷ്, ക്ലോസ്ഡ് ബോക്സ് എന്ന് വിളിക്കുന്നുണ്ട്. സോ നമ്മളിത് ഫില്ല് ചെയ്യാണല്ലോ. സോ ഫില്ലിറ്റ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടുതലും. പക്ഷേ ഫില്ലറ്റ് എന്ന് വരാനായിട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു ഫില്ലറ്റ് ക്രോഷിങ്. നല്ല രസമാണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. നമ്മളുണ്ടല്ലോ അത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും തോന്നില്ല, കുറേ ഓപ്പൺ ബോക്സസ്, ക്ലോസ്ഡ് ബോക്സസ്. പക്ഷേ പാറ്റേൺ ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ക്രോഷിങ്ങിൽ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു ഫില്ലറ്റ് ക്രോഷിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രിഡ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പാറ്റേൺ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ ഒരു ഗ്രിഡിൽ ആ ഒരു പാറ്റേൺ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു സംഭവത്തിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫില്ലറ്റ് ക്രോഷിങ്ങിൻ്റെ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ